പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ ന്യൂസിലാൻഡ് സന്ദർശനം അവസാനിച്ച് ഫെബ്രുവരി 15 ഞങ്ങൾ തിരികെ പോവുകയാണ്. 2 മാസം 20 ദിവസമാണ് ഞങ്ങൾ ന്യൂസിലാൻഡിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഈ സന്ദർശനത്തിനിടയിൽ ഈ ന്യൂസിലാൻഡിലെ മലയാളി സമൂഹം നൽകിയ സ്നേഹാദരങ്ങൾക്കും സഹായങ്ങൾക്കും നന്ദി വാക്കുകളിൽ പറയാൻ കഴിയില്ല. എങ്കിലും ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി കൃത്യമായ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിവിടെ സമർപ്പിക്കുകയാണ്. നമുക്കാദ്യം ന്യൂസിലാൻഡിൽ ആദ്യമായി കാലുകുത്തിയ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ സുഹൈലിൻ്റെ വീടാണിത്. സുഹൈലിൻ്റെ ഭാര്യ ഇപ്പോൾ നാട്ടിലാണ്. ഇവിടെ 2 മുറികളാണ് മുകളിലുള്ളത്. താഴെ ഒരു മുറിയുമുണ്ട്. താഴത്തെ മുറി വാടക കൊടുത്തിരിക്കുകയാണ്. സുഹൈലിൻ്റെ സ്വന്തം വീടാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലെ സ്വന്തം വീട് വെച്ച് കഴിയുന്നവരാണ് പൊക്കിനോയിൽ നമ്മൾ അടുത്ത് താമസിക്കാൻ പോകുന്ന ഷാരിഖ്, അതുപോലെ തന്നെ ഉമ്മാൻ്റെ ഒരു പാർട്ണറായ ഷാജഹാൻ എന്നിവർ സ്വന്തമായ വീട് എന്ന ആഗ്രഹം സബലീകരിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ചെലവാകുന്ന ഒരു വീടിൻ്റെ നിർമ്മാണം ഫൈനാൻസിങ്ങിലൂടെയാണ് സാധ്യമാക്കുക. ബാധ്യതകൾ ഉണ്ടായിരിക്കും. വീട് എന്ന സ്വപ്നം നിറവേറ്റാൻ ആദ്യമായി നേടേണ്ടത് ഇവിടുത്തെ സിറ്റിസൺഷിപ്പാണ്. ഒരു സിറ്റിസൺ മാത്രമേ ഇവിടെ വീട് വെക്കാൻ സാധാരണഗതിയിൽ സാധിക്കുകയുള്ളൂ. അതുകൂടിയാണ് സുഹൈലിയുടെ നേടിയിരിക്കുന്നത്. ഞങ്ങൾ എത്തുന്ന സമയത്ത് ഭാര്യ ഇവിടെ വീട്ടിലില്ല, നാട്ടിൽ പോയിരിക്കുകയാണ്. നമുക്ക് ഈ വീടും പരിസരവുമൊക്കെ ഒന്ന് കാണാം. ഇതായുടെ ഒരു ഫ്രണ്ട് യാർഡ്. ഇതിൽ കുറച്ച് ഭാഗം ഒരു സിറ്റ് ഔട്ടായിട്ട് മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഇവിടെ ന്യൂസിലാൻഡിൽ ഇത്തരം തടി കൊണ്ട് നിർമ്മിച്ച അനേകം മുറ്റങ്ങൾ കാണാം. പക്ഷേ ഇവിടെ ഈ തടികൾക്കൊന്നും ചിതല് പിടിക്കില്ല. ഇവിടെ ചിതൽ ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. നോക്കുക, ബാക്കിയുള്ള ഭാഗം ടർഫ് നോക്കുക, പുല്ല് പതിച്ച് പരിപാലിച്ചിരിക്കുന്നതായി കാണാം. ഇതാ ഉള്ളിലേക്ക് കടന്നു വരാം നമുക്കിനി. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഹാള്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഫ്രണ്ട് ഭാഗം ഗ്ലാസ്സാണ്. നല്ലവണ്ണം കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ റിസപ്ഷനോട് അനുബന്ധിച്ച് തന്നെയാണ് പിന്നിലായി അടുക്കള സ്ഥിതി ചെയ്യുന്നത്. കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ അതോറിറ്റീസ് നൽകുന്ന രീതിയിലുള്ള വീടുകൾ ഇവിടെ പണി കഴിപ്പിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുകയുള്ളൂ. ആ രീതിയിൽ തന്നെ കൊണ്ടു നടക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷനുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് കെട്ടിട നിർമ്മാണത്തിലെ നിയമങ്ങളും വ്യവസ്ഥകളും നല്ല രീതിയിൽ പാലിച്ചിരിക്കണം ന്യൂസിലാൻഡിൽ. ഇതാണ് ടോയ്ലറ്റും ബാത്റൂമും. ഇവിടെ ഒരു ടോയ്ലറ്റും ബാത്റൂമും വെവ്വേറെയാണ്. ഓരോന്ന് മാത്രമേ ഉള്ളൂ. താഴത്തെ റൂമിന് വേണ്ടി താഴത്ത് വേറെയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ടോയ്ലറ്റും ബാത്റൂമും ഉപയോഗിക്കുന്ന രീതിയാണ് കുറച്ച് വിഷമകരമായി തോന്നുക. അഫ്സലിൻ്റെ വീട്ടിൽ നടന്ന ഒരു ഫാമിലി മീറ്റും ഞങ്ങൾക്കുള്ള ട്രീറ്റുമൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അഫ്സലാണ് മോൻ്റെ അടുത്തായിരിക്കുന്നത്. അതിനടുത്ത് റസാഖ് സാഹിബും അദ്ദേഹത്തിൻ്റെ മകൻ ഫയാസിനെയും കാണാം. ഈരാറ്റുപേട്ടയാണ് സ്വദേശം. അതിനടുത്തായി സലാസ എറണാകുളത്തുകാരനാണ്. സ്ത്രീജനങ്ങൾ ഡൈനിങ് ഹാളിൽ അവരുടെ നർമ്മസല്ലാപങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് റിഷാം കണ്ണൂരിൽ നിന്നാണ്. ഇതാണ് മിസ്റ്റർ സുഹൈൽ. സുഹൈലിനോടൊപ്പമാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. നമ്മൾ ഏറ്റവും ദീർഘകാലം താമസിച്ച വീടും പരിസരവുമാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഞങ്ങളിപ്പോൾ മോളും കുടുംബവും എത്തിയതോടുകൂടി കുറച്ച് വലിയൊരു കുടുംബമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വീട് കിട്ടിയതുകൊണ്ട് വളരെ സൗകര്യപ്രദമായി. ഷിഫാൻ ഭായിയുടെ വാടക വീടാണിത്. ഇതിൻ്റെ വാടക അദ്ദേഹം കൊടുക്കുന്നത് $500 ആഴ്ചയിൽ. അത് ഞങ്ങൾ കൊടുത്താൽ മതി. 1.5 മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വരികയുള്ളൂ. 1 മാസം കഴിഞ്ഞാൽ മോളും കുടുംബവും സൗദിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറുകയുമാവാം. ഓക്ലാൻഡിൽ ഇപ്പോൾ ജോലിക്ക് മാത്രമല്ല അക്കോമഡേഷനും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. ധാരാളം പേര് ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഒരു മാസത്തിന് 1 ലക്ഷത്തിലധികം രൂപ വാടക ഇതിന് വരും. ഇത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ നിരക്കുമാണ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് മിസ്റ്റർ നിസാമിൻ്റെ ഓക്ലാൻഡ് സിറ്റിയിൽ തന്നെയുള്ള ഒരു ഫ്ലാറ്റിലാണ്. ഇവിടെ ഒരു ട്രീറ്റ് നടക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കുറച്ചകലെ സ്കൈ ടവർ കാണാം. നിസാമും വൈഫും അവരുടെ 2 ഇരട്ട കുട്ടികളുമാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ സ്വദേശം വണ്ടൂരാണ്. ഓക്ലാൻഡിലെ അമ്പര ചുംബികളായ കെട്ടിടങ്ങളാണ് ചുറ്റിലും കാണുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ 10ാം നിലയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വീടിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഫ്ലാറ്റിനുള്ളിലെ ഇവിടെ ഒരു കളിവീട് നിർമ്മിച്ചിരിക്കുന്നു. കുട്ടികൾ കളിവീടിനുള്ളിലും മറ്റുമായി കളിക്കുകയാണ്. അഫ്സലിൻ്റെ വീട്ടിലെ മീറ്റിൽ എത്താതിരുന്ന അഫ്സലിൻ്റെ ഉപ്പയും ഉമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഫ്ലാറ്റിൽ നിന്നുള്ള ഈ കാഴ്ചകൾ വളരെ നയനാനന്ദകരം തന്നെ. കെട്ടിടങ്ങളും റോഡുകളും വളരെ ദൂരത്തോളം കാണാം. കുറച്ചകലെ ഒരു കെട്ടിടത്തിലുള്ള ഹെലിപാഡ് വരെ ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഓക്ലാൻഡിൻ്റെ ഒരു വശത്തെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഓക്ലാൻഡിൻ്റെ ഒരു ഫുൾ വ്യൂ നമ്മൾ എപ്പിസോഡ് 104 സ്കൈ ടവറിൻ്റെ മുകളിൽ നിന്ന് പകർത്തിയിരുന്നു. അത് കാണാവുന്നതാണ്. നിസാമിൻ്റെ 2 ഇരട്ട കുട്ടികളാണ് അദ്ദേഹത്തോടൊപ്പം ഈ നിൽക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഷാജഹാൻ്റെ വീട്ടിലാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് തന്നെയാണ്. മലപ്പുറം നിന്നുള്ള നൗഫൽ, കണ്ണൂരിൽ നിന്നുള്ള ഫാറൂഖ്, അസ്ഹർ ഉക്കിനൂരിലാണ് താമസം. എന്നിവരെല്ലാം കുടുംബസമേതം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗെറ്റ് ടുഗദറിലെ ആനന്ദ പ്രകടനങ്ങൾ കൊണ്ടും കുശലാന്വേഷണങ്ങൾ കൊണ്ടും ശബ്ദമുഖരിതമാണ് അന്തരീക്ഷം. അഫ്സലിൻ്റെ ഉപ്പയും ഉമ്മയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ഉപ്പ ഹുസൈൻ സാഹിബ്. ഫയാസിൻ്റെ ഉപ്പയെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. മക്കളോടൊപ്പം ഏതാനും ദിവസം ചിലവഴിക്കാൻ ഞങ്ങളോടൊപ്പം എത്തിയ 3 ഉമ്മമാരാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഓരോരുത്തരായി നാട്ടിലേക്ക് തന്നെ തിരിക്കാനുള്ള സമയമായിരിക്കുന്നു. ആദ്യമായി അഫ്സലിൻ്റെ ഉപ്പയും ഉമ്മയും, അതിനെ തുടർന്ന് ഞങ്ങൾ, അതിനുശേഷം വസാഖായും വൈഫും പോകുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിലായാണ് ഓരോരുത്തരും പോകുന്നത്.
അതോടനുബന്ധിച്ച് ഫയാസിൻ്റെ വീട്ടിൽ അവൻ്റെ ഉപ്പയും ഉമ്മയും റസാഖ് സാഹിബും ഭാര്യയും പോകുന്നതോടനുബന്ധിച്ചുള്ള ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികൾക്കാണ് ഇത്തരം വേളകൾ ഒത്തുചേരാനുള്ള ഒരു നല്ല അവസരമായി വിനിയോഗിക്കാൻ കഴിയുന്നത് നോക്കുക. മുതിർന്നവരും വളരെ ഹാപ്പിയാണ്. നോക്കുക, നൗഫൽ, റാസിഖ്, ഹുസൈൻ സാഹിബ് എന്നിവരെ കാണാം. ഇത് ഷാജഹാൻ സുഹൈലിനെ പോലെ ഇവിടെ ഒരു വീടൊക്കെ വെച്ച് കുടുംബസമേതം ഇവിടെ താമസമാക്കിയിരിക്കുകയാണ്. ന്യൂസിലാൻഡിൽ നമ്മൾ ആദ്യമായി എത്തിയ സുഹൈലിൻ്റെ വീട്ടിലാണ് ഇന്ന് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത്. ഇന്നിവിടെ ഈ ഹാളിൽ നടക്കുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. ബാദുഷായുടെ മോളുടെ ബർത്ത്ഡേ പാർട്ടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അതോടനുബന്ധിച്ച് ഞങ്ങളെയും ഇവിടെ ക്ഷണിക്കപ്പെടുകയാണ്. ക്ഷണിതാക്കളായി അനേകം പേർ എത്തിയിരിക്കുന്ന ഇവിടെ നമുക്ക് കാണാം. ഒരുക്കങ്ങളും അലങ്കാരങ്ങളുമെല്ലാം വളരെ കേമമായിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ ഡെക്കറേഷൻസൊക്കെ ഇതാ പൂർത്തിയായി കഴിഞ്ഞു. ഇതാണ് മിസ്റ്റർ വർഷ. പട്ടാമ്പിക്കടുത്താണ് നാട്ടിൽ വീട്. പുത്ര കളത്രാദികളോടൊപ്പം ധാരാളം കുടുംബങ്ങളുടെ ക്ഷണിതാക്കളായി എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടും സാവർത്തിത്വത്തോടും കൂടിയാണ് ചടങ്ങുകളിലൂടെ അരങ്ങേറുന്നത്. നമ്മുടെ താമസ സ്ഥലത്ത് അരങ്ങേറുന്നൊരു ചടങ്ങാണിത്. ഞങ്ങൾ പോകുന്നതിൻ്റെ തലേനാളാണ് ഇത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സാദത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഹുസൈൻ സാഹിബ് നേരത്തെ നാട്ടിലേക്ക് തിരിച്ചു. ഇവിടെ റസാഖ് സാഹിബ്, കുടുംബം, റിഷാം, സുഹൈൽ, അഫ്സൽ, ഷരീഖ്, സൗദ്, അസർ എന്നിങ്ങനെ പലരും സംബന്ധിക്കുകയുണ്ടായി. നമ്മളേറെക്കാലം താമസിച്ച വീട്ടുടമ ഷിഫാൻ സാഹിബ്, ഹാമിൽട്ടണിൽ നിന്ന് നമ്മുടെ സ്ഥലം സ്വീകരിച്ചെത്തിയ ഫൈസൽ സാഹിബ് എന്നിവരാണിത്. അഫ്സൽ, റിഷാം, സൗദ്, ഇവരുടെ കുടുംബം മുതലായവയെല്ലാം സംബന്ധിക്കുകയുണ്ടായി. നൗഫൽ, പൊക്കിനയിൽ നിന്ന് ഷാക്കിർ, അസർ എന്നിവരെയാണ് മോനോടൊപ്പം കാണുന്നത്. എല്ലാ സ്നേഹാദരങ്ങൾക്കും കേവലം വാക്കുകളിൽ നന്ദി ഒതുക്കാൻ കഴിയില്ല. ഈ ഒരു എപ്പിസോഡിന് ശേഷം നമ്മുടെ ഒരു മടക്കയാത്രയുടെ എപ്പിസോഡുകളോടുകൂടി നമ്മുടെ ന്യൂസിലാൻഡ് യാത്ര വിവരണങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങൾ നൽകിയ അകമഴിഞ്ഞ സേവനങ്ങൾക്കും ഈ ന്യൂസിലാൻഡ് സന്ദർശനത്തിനിടയിൽ അനേകം പേരെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും മറ്റും ഇടയായിട്ടുണ്ട്. എല്ലാവരുടെയും പേര് പറയാനോ സൂചിപ്പിക്കാനോ നിർവാഹമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഹൃദയംഗമായ ഭാഷയിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾ തന്ന സഹായവും സഹകരണവും സൗമനസ്യവും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ യൂട്യൂബ് അടക്കമുള്ള എല്ലാ പരിപാടികളും വിജയിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ സന്ദർശനം വളരെ വിജയകരമാക്കാനും അതുപോലെ ഈ സംരംഭം നിങ്ങളിലേക്ക് എത്തിക്കാനും സാധ്യമായത്. ഈ സന്ദർശന വേളയിൽ ന്യൂസിലാൻഡിൽ നിന്നോ നമ്മുടെ നാട്ടിൽ നിന്നോ ഉള്ള ആരുടെ അടുത്തുനിന്നും ഒരു തിക്തമായ അനുഭവമോ അതുപോലെ എന്തെങ്കിലും സംഭവമോ ഉണ്ടായതായിട്ട് പറയാൻ നിർവാഹമില്ല. അവിടുത്തെ സംസ്കാരം, കസ്റ്റംസ്, ട്രഡീഷൻസ് ഇതുപ്രകാരമൊക്കെ ഞങ്ങളിൽ നിന്ന് പലപ്പോഴും പല വീഴ്ചകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് താനും.
ആർക്കെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറക്കാനും പൊറുക്കാനും നിങ്ങൾ തയ്യാറാകുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളിവിടെ നിർത്തുകയാണ്. പലപ്പോഴായി പലയിടത്ത് വെച്ച് ഇനിയും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയുണ്ട്. വിട പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പക്ഷേ വിട പറയാതിരിക്കാനാവില്ലതാണ്. പാർട്ടിങ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്, ബട്ട് സോറി ടു സേ ഗുഡ് ബൈ. നമ്മുടെ ഫയാസിൻ്റെ വീട്ടിൽ നിന്ന് നടന്ന സൽക്കാരത്തിൽ ഫയാസിൻ്റെ ഉപ്പയോടും ഉമ്മയോടും കൂടെ എടുത്ത മിക്കവാറും എല്ലാവരുടെയും ഫോട്ടോയാണ് ഇവിടെ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബസംഗമങ്ങളിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഫോട്ടോ ഇതിൽ വരാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ വന്നില്ലെങ്കിൽ ക്ഷമിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ വിലപ്പെട്ട ചില സൽക്കാരങ്ങളും സദ്യകളും സന്ദർശനങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഖേദപൂർവ്വം ഇതോടൊപ്പം അറിയിക്കുകയാണ്. പരിചയമില്ലാത്തവർ കൂടി മനസ്സിലാവാൻ ഒരു ചെറിയ ക്യാപ്ഷനോട് കൂടി അവതരിപ്പിക്കാം. നമ്മുടെ ഈ പരിപാടികൾക്കൊക്കെ ഹാമിൽട്ടണിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ഫൈസൽ ഭായിക്കും കുടുംബത്തിനും പ്രത്യേക അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. ഏകദേശം ഒരു മാസം മുമ്പ് മോളും കുടുംബവും സൗദിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയുണ്ടായി. ഇപ്പോൾ ഞങ്ങളും തിരിച്ചു പോവുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.